തലസ്ഥാനം. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ്. പിണറായി വിജയൻ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ ഒപ്പമുള്ളത് എ റഹീം MP ആണ്. അവരിതാ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തുകയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കുമോ? വീണ്ടും പിണറായി വിജയൻ എത്തുമ്പോൾ ആരോപണമുയരുന്നു. പക്ഷേ ഇത്രയും തിളക്കമുള്ള വിജയം നേടിയ ആ വേദിയിലും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അതിൽ ഒറ്റ പേരേ ഉള്ളൂ, പിണറായി വിജയൻ, പ്രതിപക്ഷത്തിന്റെ ക്യാപ്റ്റൻ. രാഹുൽ ഗാന്ധി എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കാണുന്നത്. സണ്ണി ജോസഫുമായും PC വിശ്വനാഥുമായും ഒക്കെ കുശലം പറയുന്ന പിണറായി വിജയനെ ഒരു ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിങ്ങൾ അപ്പുറത്തിരുന്ന് ഭരിച്ചോളൂ, ഇപ്പുറത്ത് ഞാനുണ്ടാകും, 35 മതി, 35-ന് 350-ന്റെ പവർ ഉണ്ട് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി സംസാരിക്കുന്നു. ആഭ്യന്തരമൊക്കെ നന്നായി കൈകാര്യം ചെയ്യണം എന്നായിരിക്കും ഒരുപക്ഷെ ഉപദേശം കൊടുക്കുന്നത്. പിണറായി വിജയനാണ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്തിരുന്നത്. പിണറായി വിജയൻ ഇത് അവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി. ഇനി എത്തേണ്ടത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 8 മിനിറ്റ് മാത്രം ബാക്കി സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടങ്ങുന്നതിനായി. KA തുളസി പിണറായി വിജയന്റെ അടുത്തെത്തി സംസാരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. നിയുക്ത മന്ത്രിമാർ പിണറായി വിജയനുമായി നല്ല അടുപ്പമുള്ള ആളുകളൊക്കെ തന്നെയാണ്. എല്ലാവരും തമ്മിൽ ഒരു സൗഹൃദമുണ്ട്. അതൊരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സൗഹൃദമല്ല, പ്രത്യേകിച്ചും രാഷ്ട്രീയ വ്യത്യാസമുള്ളപ്പോൾ. പക്ഷേ എല്ലാവരും തമ്മിൽ ഒരു സൗഹൃദമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന, ജനാധിപത്യത്തിന്റെ സൗന്ദര്യം വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ 21-അംഗ മന്ത്രിസഭ VD സതീശന്റെ നേതൃത്വത്തിൽ അധികാരമേൽക്കാൻ പോവുകയാണ്. വിജയകുമാർ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നേതാക്കൾ, സമുദായ നേതൃത്വം, അങ്ങനെ എല്ലാവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് ഗവർണറെയും ഹൈക്കമാൻഡിനെയുമാണ്. ഇവിടെ അല്പസമയം മുമ്പാണ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു ഈ നമ്മൾ നിൽക്കുന്ന കന്റോൺമെന്റ് ഗേറ്റിലൂടെ കടന്നുപോയത്. നമ്മൾ ഗവർണറെ കാത്തു നിൽക്കുകയാണ്. ഗവർണറാണ് ഇനി വരാനുള്ള. അദ്ദേഹം ലോക്ഭവനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം ഈ ഗവർണർ ആണ് ഇനി വരാനുള്ളത്. ഗവർണർ വന്നു കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തുടങ്ങും. 5 മിനിറ്റ് കഷ്ടിച്ചാണ് ഇനി ആ ചടങ്ങ് തുടങ്ങാൻ ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഗവർണർ വരുന്ന വഴിയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കണം എന്ന് അറിയിക്കുകയാണ്, പോലീസ് അറിയിക്കുകയാണ്. പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പുറത്തേക്ക് എല്ലാവരും മാറി നിൽക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ്. ഗവർണറാണ് ഈ വഴി വരാനുള്ളത്. ഇതിനോടകം നേരത്തെ സുജയ പറഞ്ഞതുപോലെ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ അടുത്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വഴി കടന്നുപോയിരുന്നു. അദ്ദേഹം ഇവിടെ അധിക സമയം നിർത്തിയില്ല. ഈ വഴി പെട്ടെന്ന് കടന്നു പോവുകയാണ് ചെയ്തത്. മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഇതിനോടകം ഈ വഴിയിലൂടെ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുൾപ്പെടെ അവിടുന്നുള്ള മന്ത്രിമാരുൾപ്പെടെ ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. ഗവർണർ ഏത് സമയവും വരും. അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ് എല്ലാവരും. അദ്ദേഹത്തിന് വേണ്ടി സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം അല്പസമയത്തിനകം ഈ വഴി കടന്നു വരും. ഗവർണർ വരുന്നതോടുകൂടി ചടങ്ങുകൾ തുടങ്ങും. പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വരേണ്ട സമയമായിട്ടുണ്ട്. അവരുടെ വാഹന വ്യൂഹവും ഇങ്ങോട്ട് തിരിയുന്നുണ്ടെന്നാണ് ഇവിടെ പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ, ഗവർണർ ഉൾപ്പെടെ വരാൻ പോവുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവരെല്ലാവരും എത്തും. സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങേണ്ട സമയം ആകുന്നു. 5 മിനിറ്റ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇവിടെ മറ്റ് VIP-കളൊക്കെ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഗവർണർ ഇവിടെ നിന്നൊരു ക്ലിയറൻസ് കിട്ടുമ്പോഴാണ്, അതായത് ഈ വേദിയിൽ നിന്ന് ഒരു ക്ലിയറൻസ് കിട്ടുമ്പോഴാണ് അദ്ദേഹം ഈ വേദിയിലേക്ക് എത്തുക. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ, ഗവർണർ വന്നു കഴിഞ്ഞാൽ ചീഫ് സെക്രട്ടറി ആ ചടങ്ങ് തുടങ്ങുന്നതിനുള്ള അനുമതി തേടും. തൊട്ടു പിന്നാലെ നടപടിക്രമങ്ങളുടെ ഭാഗമായ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങും. മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ഏത് ക്രമത്തിൽ, മുഖ്യമന്ത്രി കഴിഞ്ഞാൽ മറ്റുള്ളവർ ഏത് ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലണമെന്നതടക്കം എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രതിജ്ഞാ വാചകങ്ങൾ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നമ്മൾ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും അടങ്ങുന്ന വാഹനവ്യൂഹമാണത്. അത് ഇപ്പോൾ VIP ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വിജയകുമാർ, തുടരാം. കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ആരവങ്ങൾക്കിടയിലൂടെയാണ് രാഹുൽ ഗാന്ധി
യെസ്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ വലിയ ആരവങ്ങൾക്കിടയിലൂടെയാണ് രാഹുൽ ഗാന്ധി ഈ വഴി കടന്നു പോയത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പല റാലികളിലും പൊതുസമ്മേളനങ്ങളിലും കേരളത്തിൽ പങ്കെടുത്തതാണ്. കേരളത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിക്കുന്നതിൽ, UDF-നെ തിരികെ 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ വളരെ നിർണായകമായ എന്ന് വെച്ചാൽ അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച് നിർണായക പങ്ക് വഹിച്ച ആൾ കൂടിയാണ് രാഹുൽ ഗാന്ധി. ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പദ്ധതികൾ അത് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അതിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഇന്നത്തെ ക്യാബിനറ്റ് തന്നെ ആദ്യ ക്യാബിനറ്റ് തന്നെ അതിൽ തീരുമാനമെടുക്കും എന്നതൊക്കെ സംസ്ഥാനം മുഴുവൻ ഉറ്റുനോക്കുന്നുണ്ട്. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി അതൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ചടങ്ങ് പൂർത്തിയായാൽ ഒരു ഗവർണറുടെ ഒരു ചെറിയ ചായ സൽക്കാരം അത് കഴിഞ്ഞാൽ ഒരു ഗ്രാൻഡ് എൻട്രി തന്നെയാണ്. എസ് വിജയകുമാർ ബൈ ബൈ പിണറായി എന്ന് ആദ്യം പറഞ്ഞത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. പിന്നീട് അത് UDF ആകെ ഏറ്റെടുക്കുകയായിരുന്നു. അതിന് മുൻപ് അയച്ച കത്ത് അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ചത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. ഹൈക്കമാൻഡ് നിർദ്ദേശം അനുസരിച്ചാണ് രേവന്ത് റെഡ്ഡി കേരളത്തിലേക്ക് പ്രചാരണത്തിന് എത്തിയത്. അത് വലിയ രീതിയിൽ ഹിറ്റായി മാറുകയും അത് UDF-ന് ഒരു അവിസ്മരണീയമായ വിജയം സമ്മാനിക്കുകയും ചെയ്തു. അതേ രേവന്ത് റെഡ്ഡി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി എത്തുകയാണ്. രേവന്ത് റെഡ്ഡിയെ തിരിച്ച് ഡാഷ് മോനെ രേവന്ത എന്ന് വിളിച്ചതൊക്കെ അന്ന് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. അങ്ങനെ പോ മോനെ വിജയ എന്നുള്ള ആ ഒരു ഡയലോഗ് അതും വലിയ രീതിയിൽ ചർച്ചയായതാണ്. അതിന് മറുപടിയായിട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഡാഷ് മോനെ രേവന്ത എന്ന് തിരിച്ചു വിളിച്ചത്. അത് വലിയ രീതിയിൽ കൊട്ടിക്കലാശ ദിനത്തിൽ ചർച്ചയായി. കേരളം ആ മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ഒരു വാചകം അത് കേരളം എങ്ങനെയാണ് കേരളത്തിന്റെ മലയാളിയുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തത് എന്നതും ജനവിധിയിലൂടെ നമ്മൾ കണ്ടു. ധർമ്മടത്തടക്കം പിണറായി വിജയന് ആദ്യ റൗണ്ടുകളിൽ പിന്നോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ വലിയ പരാജയത്തിലേക്ക്, ദയനീയ പരാജയത്തിലേക്ക് LDF-നെ തള്ളിവിട്ടതിൽ കേരളത്തിലുള്ള നേതാക്കളെ പോലെ തന്നെ പങ്കുവഹിച്ച ആളാണ് ഇപ്പോൾ സ്പീക്കർമാർ സ്പീക്കിംഗ്. ഇപ്പോഴത്തെ സ്പീക്കർ, നിയുക്ത സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും AN ഷംസീറും കടന്നപ്പള്ളി രാമചന്ദ്രന്റെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സഭാ നേതൃത്വം, സമുദായ നേതൃത്വം ഒക്കെ അവിടെ വന്ന് അവരെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അകത്തേക്ക് കാണാൻ പോകുന്ന എൻട്രി അത് നേതാക്കളുടേതാണ്, സഭാ പിതാക്കന്മാരുടേതാണ്. അങ്ങനെ ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുന്നതിനായി UDF സർക്കാരിന്റെ തിരിച്ചുവരവ് അത് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ പിതാക്കന്മാരെല്ലാവരും ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. എസ് വിജയകുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. വിജയകുമാർ, സമുദായ നേതൃത്വം, സഭാ നേതൃത്വം എല്ലാവരും തന്നെ എത്തുന്നുണ്ട്.